ചെന്നൈ എന്ന് പറയുന്നത് ഒരു സ്ഥലനാമമാണ്. പക്ഷെ മദ്രാസ് എന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണ് നമുക്കൊക്കെ. കാരണം ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്ന സമയം എന്ന് പറഞ്ഞാൽ മദ്രാസാണ്. പിന്നെ ഈ അടുത്ത കാലത്താണ് ചെന്നൈ എന്നുള്ളൊരു പ്രയോഗം തുടങ്ങിയത്. അപ്പോൾ ചെന്നൈ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള അതൊരു സ്ഥലം ഒക്കെയാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് ക്രിക്കറ്റ് ടീമിൻ്റെ പേരൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് ഇഷ്ടമാണ്. പക്ഷേ മദ്രാസ് പക്ക പറയുകയാണെങ്കിൽ മെഡ്രാസ് എന്ന് പറയണം, അല്ല മദ്രാസ് എന്നും കൂടിയല്ല. ആ തമിഴ് സ്റ്റൈലിൽ മെഡ്രാസ് എന്ന് പറഞ്ഞാലേ അത് ശരിയാവുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ഞാൻ 1980 മുതൽ 2005 വരെയാണ് ചെന്നൈയിൽ മദ്രാസിൽ താമസിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് അവൻ്റെ ചെറുപ്പമാണ്. 20s 30s അങ്ങനത്തെ ഒരു സമയമാണ്. കോളേജൊക്കെ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു സമയം, എല്ലാ മനുഷ്യന്മാരുടെ കാര്യം. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആ നല്ല നല്ല ഓർമ്മകളുള്ളത് മുഴുവൻ മദ്രാസിലാണ്. അപ്പോൾ 80 എന്ന് പറഞ്ഞാൽ എനിക്ക് 20 വയസ്സാണ്. അപ്പോൾ ആലോചിക്കാമല്ലോ ഇപ്പം എത്ര വയസ്സാവുന്നുള്ളൂ. ഇപ്പം എനിക്ക് 64 വയസ്സാവാൻ പോവാം. അപ്പോൾ ആ മദ്രാസുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യം കേട്ടാലും നമുക്ക് അതൊരു സെൻറ്റിമെൻ്റലായിട്ട് നമ്മൾ അത് വീണു പോകും. നമ്മൾ ചെന്നൈക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മദ്രാസിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അതാണ് ഈ ക്രിക്കറ്റ് ടീമിൻ്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞത്. ചെന്നൈ സൂപ്പർ കിങ്സ് എന്നുള്ളത് നമുക്ക് ചെന്നൈ എന്നുള്ള പേര് കാരണം നമുക്ക് സെൻറ്റിമെൻറ്റ്സാണത്. അങ്ങനെയുള്ളൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത്രയും പേര് നമ്മൾ പഴയ ആൾക്കാരെയൊക്കെ കുറേ കാലമായിട്ട് കാണാത്ത കുറേ ആൾക്കാരെ കാണാൻ പറ്റുന്നത്, അതൊക്കെ ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ബുദ്ധിയിലുദിച്ച ഒരു പരിപാടിയാണിത്. അത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് കൂടി, ഇപ്പോൾ ദാ എറണാകുളത്ത്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം നമുക്കൊരു ഹോം കമ്മിങ് എന്നൊക്കെ പറയണ മാതിരി പഴയ എല്ലാവരെയും കൂടിയുള്ളൊരു ഒരുമിച്ചുള്ള കാണൽ, അത് തന്നെയാണ് അതിൻ്റെ സംഭവം. അല്ലാതെ വേറൊന്നുമല്ല. 80 മദ്രാസ് മെയിൽ എന്ന് പറഞ്ഞാൽ പണ്ട് 80s നമ്മൾ 80s 70s 60s ഒക്കെ പണ്ട് ചെന്നൈയിലേക്ക് പോയിട്ടുള്ള ട്രെയിനൊക്കെ കയറി പോയിട്ടുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മ എന്ന് പറയാം. അതിനുശേഷം വലുതായവരുണ്ട്, ഒന്നും ആവാൻ പറ്റാത്തവരുണ്ട്, അങ്ങനെ പലതുമുണ്ട്. അപ്പോൾ നമുക്ക് ദുഃഖമുണ്ട് ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ. എന്നാൽ നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. നമുക്ക് അവരെ പഴയ കാലത്തേക്ക് ഒരു സ്വിച്ച് ഒരു ബട്ടൺ കിട്ടിയാൽ തിരിച്ചു പോകാൻ പറ്റുമെങ്കിൽ, ഈശ്വരൻ അങ്ങനെ ഒരു കഴിവ് തന്നെങ്കിൽ നമുക്ക് പിന്നെയും ഈ 80s പോകാനുള്ളൊരു ആഗ്രഹമുണ്ട്. അതിന് പറ്റുന്ന ഒരു അവസരമായിട്ടാണ് ഇതൊക്കെ നമ്മൾ ഇതുപോലുള്ള കൂട്ടായ്മ നമ്മൾ കാണുന്നത്. അതെന്ന് വെച്ചാൽ ഞാൻ 1995 ഭാരതിരാജയുടെ സിനിമയ്ക്ക് വേണ്ടി വിദ്യാസാഗറിൻ്റെ മ്യൂസിക്കിൽ സുജാത ഞാനും കൂടി പാടിയ പാട്ടാണ് താമരപ്പൂക്കും. അതിനുശേഷം ആ പാട്ടിൻ്റെ കാര്യം ഞാൻ തന്നെ ഓർത്തിട്ടില്ല. അല്ല, ആ സമയത്ത് അതൊക്കെ ഇങ്ങനെ ടി വിയിലൊക്കെ വന്നിരുന്ന ഒരുമാതിരി ഹിറ്റായിരുന്നു ആ സമയത്ത്. പക്ഷേ വിജയിൻ്റെ സിനിമയിൽ ലിയോ എന്നുള്ള സിനിമയിൽ വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ കൂടി ഏറ്റെടുത്തിട്ട് ഈ പാട്ട് എന്താണ് പറയുക, ഈ വൈറലാവുക എന്നൊക്കെ പറഞ്ഞ ഒരു പ്രയോഗം ഉണ്ടല്ലോ. ഇപ്പോഴത്തെ എല്ലാം വൈറലാവണമല്ലോ. അങ്ങനെ ട്രെൻഡിങ് ആയി വൈറലായി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മോളാണ് എന്നെ വിളിച്ച് പറയണത്. അവൾ കാനഡയിലാണ്. അച്ഛാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയും. ഞാനപ്പോഴാണ് അന്തം വിട്ടുപോയത്. എന്നിട്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ പല ചാനൽസൊക്കെ എന്നെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂ ഒക്കെ എടുത്തപ്പോഴാണ് ഞാൻ പറഞ്ഞു, ഈ 1995 ആ പാട്ട് ഇറങ്ങിയ സമയത്താണ് ഈ ഇൻ്റർവ്യൂ നിങ്ങൾ എടുത്തിരുന്നെങ്കിൽ എനിക്കൊരു ഗുണമെങ്കിലും ഉണ്ടായേനെ. ഇപ്പോൾ എനിക്കറിയില്ല. എന്നാലും സന്തോഷം. പുതിയ തലമുറ വീണ്ടും നമ്മളെ ഒന്ന് ഓർമ്മിക്കാനുള്ളൊരു അവസരം കിട്ടിയതിൽ ആ പാട്ടിന് ഒരു വലിയൊരു ഒരു ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സംശയമില്ല. പലപ്പോഴും ഞാൻ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുമ്പോൾ ചില കൂടെ അഭിനയിക്കണം, അവർക്ക് നമ്മളെയൊന്നും പലരും അറിയും പോലും ഇല്ല ഇപ്പോഴത്തെ തലമുറയ്ക്ക്. അപ്പോൾ താമരപ്പൂവൊക്കെ പാടിയത് ഈ അങ്കിളാണെന്നൊക്കെ ചിലർ പരിചയപ്പെടുമ്പോഴാണ്, ആണോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞു ആണ്, അല്ലാതെ എന്താ ഞാൻ പറയാം. അത് തട്ടടി ശോശാമ്മയുടെ ട്രെൻഡിങ്ങിന് ശരിക്കും അതിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഇല്ലേ. എന്താണെന്ന് വെച്ചാൽ അതിൽ ആൾക്കാർ എഴുതിയിരിക്കുന്നത് ഈ മലയാളം പാട്ടിൽ നിന്നാണ് ഡിസ്കോ ദിവാനി എടുത്തതെന്നുള്ള മാതിരി എഴുതുന്നത്. അത് അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. ഞങ്ങളാണത് ഹിന്ദിയിൽ നിന്ന് എടുത്തത് ആ സമയത്ത്. അങ്ങനെയല്ല, അതൊരു കോളേജിൽ നടക്കുന്ന ഒരു അലമ്പ് ഒരു ബാസ്കറ്റ് ബോൾ കളി നടക്കുമ്പോൾ അലമ്പുണ്ടാക്കുന്നതാണ്. അപ്പോൾ പാരഡി ആയിട്ട് ആ സമയത്ത് ഡിസ്കോ ദിവാനേ എന്നുള്ള പാട്ട് ഭയങ്കര ഹിറ്റ്. അതിനെ തട്ടടി ശോശാമ്മേ എന്ന് പറഞ്ഞ് മാറ്റി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് അതിനൊരു വേറൊരു കാര്യം ആലോചിക്കേണ്ടത്, ഇപ്പം ഞങ്ങളുടെ തലമുറയിലത്തെ ഇപ്പം ഇത് പറഞ്ഞുതരാൻ ഇപ്പം ഞാനുണ്ട്. ഇത് ശരിക്കും അതിന്ന് ഞങ്ങളാണ് എടുത്തത് എന്ന് പറയാനിപ്പം ഞാനുണ്ട് ഇവിടെ. ഞങ്ങളൊക്കെ തട്ടിപ്പോയി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഇത് പറഞ്ഞുതരാൻ ആരുണ്ട്? അപ്പോൾ എല്ലാവരും വിചാരിക്കും ഡിസ്കോ ദിവാനെ മലയാളത്തിൽ നിന്ന് എടുത്ത പാട്ടാണെന്ന്. അപ്പോൾ അത് കാരണം എന്താണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഡിസ്കോ ദിവാനെന്ന് ഞങ്ങൾ എടുത്തതാണെന്നുള്ള കാര്യം വിനീതപൂർവ്വം ഞാൻ അറിയിക്കുകയാണ് ഇപ്പോൾ.